My name is Neha Aras and I'm a student of USLA. Today I'm going to talk about how to create a negative sentence in present perfect tense in singular and plural. So ഞാനിന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗുലറിലും പ്ലൂറലിലും നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പോസിറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കേസാണ്. സോ എല്ലാത്തിനും ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. സോ ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസിൻഡ് ഓർ ഹാവൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ എങ്ങനെയാണ് വന്നത് ഫോർമാറ്റ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സോ ഓക്സിലറിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവിൻ്റെ ഫോർമാറ്റ് കിട്ടിയില്ലേ. സോ എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് ഹാസിൻഡ് ഓർ ഹാവിൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തുടങ്ങുമ്പോഴേ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ V3 ഫോമാണ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം പോസിറ്റീവ് സെൻറ്റൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലും നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് മലയാളം മീനിങ് എങ്ങനെ വരും? അതായത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ മീനിങ് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് നേരെ എന്താവും? ഓപ്പോസിറ്റ് ആകുമ്പോൾ ചെയ്തിട്ടില്ല. യെസ്, വെരി ഗുഡ്. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഇവിടെ എന്തായിരിക്കും അപ്പോൾ വരിക? യെസ്, ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല എന്നാണ് വരിക. സോ നമുക്കത് സിംഗുലർ നോക്കാം. സിംഗുലറിൽ 2 എക്സാമ്പിൾ നോക്കാം. He hasn't cleaned the room. He hasn't cleaned the room. He വന്നു hasn't. has പ്ലസ് നോട്ടാണ് hasn't, അല്ലെങ്കിൽ ഓക്സിലറി പ്ലസ് നോട്ട്. അതായത് has പ്ലസ് നോട്ട് hasn't ആയി. he hasn't cleaned, അതായത് V3. ക്ലീനിൻ്റെ V3 ഫോമാണ് cleaned. the room അത് ഒബ്ജക്റ്റ്. he hasn't cleaned the room. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എന്താണ്? She hasn't eaten biryani. She hasn't eaten biryani. അതെങ്ങനെ വരും? ഷീ വന്നു, hasn't eaten. eaten. ഈറ്റിൻ്റെ V3 ഫോമാണ് eaten. She hasn't eaten biryani അത് ഒബ്ജക്റ്റ് ആണ്. She hasn't eaten biryani നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് സിംഗുലറിൽ റെഡി ആയി കഴിഞ്ഞു. ഇനി പ്ലൂറൽ നോക്കാം. നമ്മൾ ഈ ടെൻസിൻ്റെ കേസ് തുടങ്ങിയ മുതലേ പറയുന്നുണ്ട് എന്താണ്? പ്ലൂറൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിംഗുലറിലെടുത്ത സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്താക്കുക? പ്ലൂറലാക്കുക. ഓക്സിലറി പ്ലൂറലാക്കുക. സോ ഇവിടെ നമുക്ക് എന്താക്കാം? സബ്ജക്റ്റ് മാറ്റാം. സബ്ജക്റ്റ് എന്ത് ചെയ്യും? പ്ലൂറൽ ആവണ്ടേ. സോ സബ്ജക്റ്റ് എന്തായാലും മാറ്റണം. ദേ ഹാവിൻ്റ് ആണ് വരിക. ഹാസിൻ്റ് വരുമോ? ദേ ഹാസിൻ്റ് എന്ന് വരുമോ? ഇല്ല, ദേ ഹാവിൻ്റ് എന്നാണ് വരിക. കാരണം എന്താ? കാരണം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? ഓക്സിലറിയും പ്ലൂറൽ വരും. ഓക്സിലറി ഹാവിൻ്റ് ആണ് വരിക. ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റ്. സോ ദേ ഹാവിൻ്റ് cleaned the house. They haven't cleaned the house. Cleaned V3 ഫോമാണ് cleaned. The house അത് ഒബ്ജക്റ്റ്. They haven't cleaned the room. സോ പ്ലൂറൽ ഇതാണ്. ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് പ്ലൂറൽ നോക്കാം. We haven't sung a song on the stage. We haven't sung a song on the stage. വി വന്നു, ഹാവിൻ്റെ വന്നു, സങ്. സങ്. സിങ്ങിൻ്റെ V3 ഫോമാണ് സങ്. സങ് എ സോങ് ഓൺ ദ സ്റ്റേജ്. നമ്മൾ ഇപ്പോൾ എന്താണ്? എ സോങ് ഓൺ ദ സ്റ്റേജ് അത് ഫുൾ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒബ്ജക്റ്റ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ഉള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒബ്ജക്റ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഒബ്ജക്റ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ റൂൾ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ റൂൾ തന്നെ എടുക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസിൻഡ് ഓർ ഹാവിൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൻ്റെ തൊട്ട് മുന്നേ ഏതാണ് വന്നത്? V3 ആണ് വന്നത് അല്ലേ.
അപ്പോൾ V3 വരെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. V3ക്ക് ശേഷം വരുന്ന ബാക്കി എന്ത്, അതായത് V3ക്ക് ശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാ കുറച്ച് സെൻറ്റൻസ് ആഡ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് പോലെ തന്നെ വി ഹാവിൻറ്റ് സങ് വരികയാണ് V3. എ സോങ് ഓൺ ദ സ്റ്റേജ്, അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ മുന്നേ വരുന്ന, ഇപ്പോൾ ഇതിലാണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മുന്നേ V3 ആണ്. ഇതിലുള്ള V3ക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന കംപ്ലീറ്റ് സെൻറ്റൻസ് എന്താണ്? V3ക്ക് ശേഷം അങ്ങോട്ട് ആഡ് ചെയ്യുന്ന കംപ്ലീറ്റ് സെൻറ്റൻസും ഒബ്ജക്റ്റിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. ഓക്കെ, സോ വി ഹാവിൻറ്റ് സങ് അതുവരെ ആണ് അതുവരെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സങ് കഴിഞ്ഞിട്ട് എ സോങ് ഓൺ ദ സ്റ്റേജ് അത് ഒബ്ജക്റ്റാണ്. വി ഹാവിൻ സങ് എ സോങ് ഓൺ ദ സ്റ്റേജ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗുലറിലും പ്ലൂറലിലും നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സിംഗുലറിലും പ്ലൂറലിലും. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു മീനിങ് നമുക്ക് പെട്ടെന്ന് ഓർത്തെക്കാൻ കഴിയും. അതായത് ഉണ്ട് എന്നാണ് വരുന്നത്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ മീനിങ് പെട്ടെന്ന് ഓർത്തെക്കാൻ പറ്റും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട് എന്നാണ്. സോ ഇതിൻ്റെ മലയാളം മീനിങ് ലാസ്റ്റ് എൻഡിങ് എന്താണ്? ഉണ്ട് എന്ന് വെച്ചിട്ടാണ് വരിക. ചെയ്തിട്ടുണ്ട് നെഗറ്റീവിലാണ് ലേശം വ്യത്യാസം. ചെയ്തിട്ടില്ല എന്നാണ് അല്ലേ വരിക? ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസാണ്. അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, പ്രസൻറ്റ് ടെൻസാണ്. സോ പ്രസൻറ്റ് ടെൻസിൽ നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസിനെ ഇപ്പോൾ ടെൻസ് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോപ്പിക്ക് ടെൻസാണ്. ടെൻസിനെ ഡിവൈഡ് ചെയ്ത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നീ 3 ആക്കിയിട്ടുണ്ട്. സോ അതിൽ 3 ഫസ്റ്റത്താണ് പ്രസൻറ്റ് ടെൻസ്, സെക്കൻഡ് പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. അതിൽ നമ്മൾ ഫസ്റ്റാണ് ഇപ്പോൾ നോക്കുന്നത് പ്രസൻറ്റ് ടെൻസ്. ആ പ്രസൻറ്റ് ടെൻസിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെൻസിന് 3 ഭാഗമായിട്ടും അതിലുള്ള ഒന്നാമത്തെ ടെൻസായ പ്രസൻറ്റ് ടെൻസ് അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 3 നമ്മളിപ്പോൾ പഠിച്ചു, 3 ഫുള്ളായിട്ടില്ല. ആ പ്രസൻറ്റ് ടെൻസിന് 4 ഡിവൈഡ് ചെയ്തു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ 4 ഫോം നമ്മൾ പഠിച്ചു. അതായത് ആദ്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയായിരുന്നു. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എടുത്തു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പോസിറ്റീവ് എന്ത് പറഞ്ഞു? പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. സോ അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു. ഇപ്പോൾ അതാ നെഗറ്റീവ് സെൻറ്റൻസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും കൂടി എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടെൻസായ ഏറ്റവും ലാസ്റ്റ് പ്രസൻറ്റ് ടെൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടെൻസായ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് പിന്നെ എടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രസൻറ്റ് ടെൻസ് അവിടെ ക്ലോസ് ആവും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മീനിങ് പെട്ടെന്ന് സിമ്പിളാണ്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലുണ്ട് എന്നാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഒന്നും കൂടി പറയാൻ. സബ്ജക്റ്റ് പ്ലസ് ഹാസൻറ്റ് ഓർ ഹാവിൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇത്രയുള്ള ഈ ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.